ഇത് നമുക്ക് ന്യൂയോർക്കിൽ നടന്നിട്ടുണ്ടോ നോക്കാവേ. 4 hour 1 hour പിക്ചർ ഓൾറെഡി അറിയാലോ. പൂത്തുനിന്നൊരു മഞ്ഞ മന്ദാരമേ. ഇതാണ് 1, ഇതാണ് എൻ്റെ 1 ക്യാൻഡിൽ, ഇതാണ് 5 ക്യാൻഡിൽ. അടുത്ത ഓപ്പൺ ഞാൻ നോക്കുന്നു. ഓപ്പൺ എവിടെയായിട്ടാണ് വന്നേക്കുന്നത്? എൻ്റെ വിക്കിൻ്റെ അടുത്തായിട്ട്. അപ്പം ഞാൻ വിക്കിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്താ ഇന്നലെ പറഞ്ഞേ, ഞാൻ ബോഡി എല്ലാം മാർക്ക് ചെയ്യേണ്ടത് വിക്കാണ്. കാരണം ഇവിടാണ് ഓപ്പൺ ചെയ്തിരുന്ന പ്ലേസ്. അപ്പോൾ ഇത് വിക്കിനടുത്താണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ വിക്കൊന്ന് മാർക്ക് ചെയ്യുന്നു. ഇന്നലെ ഞാൻ ഓൾറെഡി ഇതെല്ലാം സംസാരിച്ചാണേ, ആ വീഡിയോ കാണാത്തതുകൊണ്ട് അതുകൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഞാനത് മാർക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ 15 മിനിറ്റിലോട്ട് പോകുന്നു. 15 മിനിറ്റ് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന പിക്ചർ ഫസ്റ്റ് വണ്ണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ടൈം മാർക്ക് ചെയ്യുക എന്നുള്ളത്. 9 മണി ഞാൻ എന്താ പറഞ്ഞത്? ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴെ വീഴണം. ഇവിടുത്തെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ 15 മിനിറ്റിൻ്റെ ഈ ഹൈയെ മാർക്കറ്റ് എടുത്തിട്ട് ഒരു ക്യാൻഡിൽ 2 ക്ലോസ് വന്നു, അതിനുശേഷം ഒരു ക്യാൻഡിൽ 3 ക്ലോസ് വന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ടൈമിലാണ് നമുക്ക് എൻട്രി നോക്കാൻ പറ്റുക. ഇതൊരു ക്യാൻഡിൽ 3 ക്ലോസ് ആണ്. എന്താണ് ക്യാൻഡിൽ 3 ക്ലോസ്? ഓക്കെ, അത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നേരെ 1 മിനിറ്റിലോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഈക്വലെല്ലാം റെസ്പെക്ട് ചെയ്തിട്ടാണ് അത് മാർക്കറ്റ് താഴെ വീഴുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ താഴെ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തുള്ളൂ. ഞാൻ ഇവിടെ ട്രേഡ് പ്ലേസ് ചെയ്യണം. ഇവിടെ എനിക്കൊരു CST കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എനിക്കൊരു CST കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിൽ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യും. ഇവിടെ ട്രേഡ് പ്ലേസ് ചെയ്യും. ഒന്നുകിൽ ഇതിൻ്റെ മുകളിൽ വെക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കും. ഇതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അത്യാവശ്യം റെസ്പെക്ട് ചെയ്താൽ മാത്രം താഴോട്ട് വന്നേക്കും. അതിൻ്റെ മുകളിൽ വെക്കും. നിങ്ങൾ ഇതുപോലെ തന്നെ ഹൈക്ക് മുകളിൽ കൂടെ ഹൈക്കുമല്ലോ, പക്ഷെ അത് ഒത്തിരി വലുതായി പോകും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പം ഒരു മെക്കാനിക്കൽ സെറ്റപ്പ് ആയത് കാരണം അതവിടെ റെസ്പെക്ട് ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലാസ്റ്റ് മാനിപ്പുലേറ്ററിലേക്ക് ഇവിടെ നോക്കുക. ഓക്കെ, ലാസ്റ്റ് മാനിപ്പുലേറ്ററിലേക്ക് ഇതാണ്. ഞാൻ എന്തോ കാണിക്കുന്നത്? ലാസ്റ്റ് മാനിപ്പുലേറ്ററിലേക്ക് ഇതാണ്. ഇവിടെ ഒരു ഡബിൾ പർച്ച് കിട്ടിയത് അവിടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കുന്നു. ശേഷം ഇപ്പുറത്തെ ഏതെങ്കിലും ലോ നോക്കുന്നു. ഓക്കെ, ഒരു ഫിക്സഡ് ടാർഗറ്റ് -2 വരുമ്പോൾ -2 വരുമ്പോൾ എത്ര? അയ്യോ, 4.9 വന്നു. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ ബാക്ക് ടെസ്റ്റ്. ഇതെല്ലാം വേറെ ഒന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇത് വേറെ എല്ലാ സാധനത്തിലും നീറ്റായിട്ട് വർക്ക് ചെയ്യുമെന്ന് ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. ഇപ്പോൾ ഒരു മെത്തേഡ് പിടി കിട്ടിയല്ലോ. നമ്മൾ ഈ ഒരു 9 o'clock ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. 9 o'clock കഴിഞ്ഞതിന് ശേഷം ഒരു മാനിപ്പുലേഷൻ ശേഷം മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. അതേപോലെ തന്നെ 9 എന്ന് പറയുന്ന ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ EQനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടൊക്കെ നമ്മൾ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, ഈ 9 o'clock നമ്മൾ മാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ മേളിൽ പോയില്ലേ, ഇതൊക്കെ താഴെ പോയി. ഇതെന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലാണ് നമ്മൾ ഈ EQ വരച്ചേക്കുന്നത്. അപ്പം ഇത് ഇവിടെ റെസ്പെക്ട് ചെയ്തില്ലേ, എന്നിട്ട് താഴെ വീണില്ലേ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് പോകും. ഇവിടെ ഒന്നും എടുക്കണ്ടെന്നേ. നമ്മുടെ ട്രേഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി കഴിഞ്ഞിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്തേക്കുന്നത് അത് നോക്കി മാത്രമാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്ലോഡ് ചെയ്യാൻ ഇനി മണിക്കൂറുകൾ എടുക്കും, അതാണ് സീൻ. ഓക്കെ, അപ്പം നാളെ കാണാം. നാളെ നല്ല ട്രേഡുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.